കണ്ണനെ ഒരുക്കുന്നതിൻ്റെ തിരക്കിലാട്ടോ. ഇതിപ്പോൾ സമയം ഒരു 11:30 കഴിഞ്ഞു ഒരുക്കാൻ തുടങ്ങിയിട്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. പണ്ട് അച്ഛൻ്റെ അമ്മയായിട്ടോ വിഷുക്കണി ഒരുക്കിക്കൊണ്ടിരുന്നത്. പുള്ളിക്കൊരു 8:30 ആകുമ്പോഴേക്കും കംപ്ലീറ്റ് തീർത്തിരിക്കും. ആ ഏരിയയിൽ ആരും അടുപ്പിക്കത്തില്ല. നമ്മൾ കൊച്ചുമക്കൾ ഇഷ്ടംപോലെ പേരുണ്ടായിരുന്നു. അതേപോലെ അമ്മ ആരും അടുപ്പിക്കത്തില്ല. അമ്മൂമ്മ മാത്രം ഒറ്റയ്ക്ക് നിന്ന് ചെയ്യും. എന്നിട്ട് അതങ്ങ് അടയ്ക്കും. നമ്മുടെ പൂജാമുറി അടച്ചിട്ട് രാവിലെ നമ്മൾ കാണുന്നത് അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നമുക്ക് ഭയങ്കര എക്സൈറ്റായിട്ട് നമ്മളിരിക്കുന്നത് എന്തായെന്ന്. പിറ്റേ ദിവസം രാവിലെ വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് അത് കാണുന്നത്. അപ്പം ഇപ്പം അമ്മൂമ്മയ്ക്ക് വയ്യ, ഇപ്പം നമ്മളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഏകദേശം ഒരു 5 വർഷത്തിന് മേലെയായി എൻ്റെ വീട്ടിൽ വെച്ചിട്ട് വിഷു ആഘോഷിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ഉണ്ട്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയ കണ്ണനാണ് കേട്ടോ ഇത്. എൻ്റെ അമ്മ ഭയങ്കര കൃഷ്ണഭക്തയാണ്, ഞാൻ ഗണപതി ഭക്തയുമാണ്. എൻ്റെ വീട്ടിൽ കൂടുതലും കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളാണ് കേട്ടോ. പിന്നെ ഒരു മുരുകൻ്റെ വിഗ്രഹമുണ്ട്, അതാണുള്ളതിൽ കുറച്ചുകൂടെ വലുത്. അത് 60 വർഷത്തോളം ആയി. ഞാൻ ഇതിന് മുന്നേ ഉള്ളൊരു വീഡിയോയിൽ 40 വർഷമെന്നാണ് പറഞ്ഞത്. അല്ല, 60 വർഷത്തോളം പഴക്കമുണ്ട് ആ മുരുകന്. അപ്പം അങ്ങനെ ഇരിക്കുന്നു ഞങ്ങളുടെ വിഷു ഒരുക്കങ്ങൾ. ഇനി കംപ്ലീറ്റ് ആയിട്ട് വേറൊരു വീഡിയോ ഇടാം.